ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ്നറിനെ കുറിച്ചാണ് ഒരു വീഡിയോ. ഞാനൊരു സ്ട്രെയിറ്റ്നർ വാങ്ങിയായിരുന്നു ഈ അടുത്ത്. സ്ട്രെയിറ്റ്നർ പ്ലസ് കേളറാണത്, 2 in 1 ആണ് കേട്ടോ. അപ്പോൾ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇതിപ്പോ എല്ലാ സൈഡിലും അവൈലബിൾ ആയിട്ട് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ ഞാൻ ഈ അടുത്താണ് ഒന്ന് വാങ്ങിയത്. കാരണം എന്റെ മുടി പണ്ട് ഭയങ്കര കേളായിരുന്നു. പണ്ടല്ല, കുറച്ച് നാൾക്ക് മുമ്പ് കേളി ഹെയർ ആയിരുന്നു. അപ്പൊ എനിക്ക് കേളി ഹെയർ ഇഷ്ടമല്ല, അപ്പൊ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു ഇഷ്ടം. അപ്പൊ ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ അത്രയും പെർമിഷൻ കാര്യങ്ങളില്ല. അമ്മയ്ക്ക് ഭയങ്കര അമ്മ വഴക്കുറയായിരുന്നു. അപ്പൊ ഞാൻ സീരിയലിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടു. അപ്പം അമ്മയും സമ്മതിച്ചു, കുഴപ്പമൊന്നും വിഷയമൊന്നുമില്ല, സ്മൂത്ത് ചെയ്യും. അപ്പൊ ഞാൻ സ്മൂത്തനിങ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് സ്മൂത്തനിങ് ചെയ്തു. അപ്പൊ അതിന് മുമ്പ് ഞാൻ വാങ്ങിയതായിരുന്നു ഈ പ്രോഡക്റ്റ്. അപ്പൊ അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ലൈവായിട്ട്, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ലൈവായിട്ട് കാണിച്ചു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാണാം, പ്രോഡക്റ്റ് കാണാം. ഇതാണ് പ്രോഡക്റ്റ്. 2 in 1 ആണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതാണ്. നമുക്ക് ലോക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അത് താഴോട്ടാക്കുമ്പോൾ ഓപ്പൺ ആവും. ചേർത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യണം, അപ്പോൾ ലോക്ക് ആയിരിക്കും. പിന്നെ ഇത് ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആവും. അത് ഇങ്ങനെ എന്താണ്, നമ്മുടെ സ്പ്രിങ് പോലെയാണ്. അവിടെയാണ് കേൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ലൈവായിട്ട് ഇപ്പൊ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ചൂടായാൽ ഇവിടെ കംപ്ലീറ്റ് ചൂടായി പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചു വേണം പിടിക്കാൻ, കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ചൂടാക്കാം. അങ്ങനെല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ എന്റെ ഹെയർ നോക്കൂ, ഇവിടെ ഏകദേശം സ്മൂത്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായി. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം ഞാൻ അന്ന് പറഞ്ഞിരുന്നത് വീട്ടിൽ ഈ പോർഷൻ, ഇത്രയും പോർഷൻ വളർന്നു. അപ്പൊ അവിടെയാണ് ഞാൻ സ്മൂത്ത് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുന്നത്. ഓണായി കുറച്ചു നേരം വെച്ചേരണം കേട്ടോ. നമ്മുടെ സ്ട്രെയിറ്റ്നർ നല്ല ഹീറ്റ് ആയിട്ടുണ്ട്, എനിക്ക് തൊടാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞാനിത് ഓണാക്കിയിട്ട് എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് ഭാഗമെങ്കിലും കാണിക്കണമല്ലോ, അതുകൊണ്ടാണ്. ഞാനിപ്പോ ഇത്രയും പോർഷൻ എടുത്തിട്ട് വളർന്ന ഭാഗം വേണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾ പറയരുത് സ്മൂത്ത് ചെയ്ത ഹെയർ വീണ്ടും സ്മൂത്ത് ചെയ്യുന്നു പറയും. കൈകൊണ്ടല്ല, ഒരു ചീപ്പ് കൊണ്ടാണ് പിടിക്കേണ്ടത്. എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ കണ്ടില്ലേ, ആ ഭാഗത്തിന് കണ്ടോ, നല്ല സ്മൂത്തായി പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പാർട്ടിക്കോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത് അടിപൊളിയായിട്ട്. പിന്നെ അതുപോലെ ഈ പോർഷനും കൂടെ ഒന്ന് ഒരുപാട് ചെയ്ത് നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല. എൻ്റെ മുടി ഓൾറെഡി സ്മൂത്ത് സ്ട്രെയിറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണിക്കാത്തത് കേട്ടോ. വളർന്ന ഭാഗം മാത്രം ഞാൻ അതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എണ്ണ തലമുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട്. കുറച്ച് പാടാണ്. കാരണം എൻ്റെ പഴയ ഹെയർ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഷാമ്പു വല്ലപ്പോഴല്ലേ തേക്കുള്ളൂ, എണ്ണയാണ് ഡെയിലി തേക്കുന്നത്. അപ്പോൾ ഷാമ്പു ഇട്ടാലും കുറച്ച് എണ്ണയുടെയൊക്കെ അംശം ഉണ്ടെങ്കിൽ അത് നിവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ പഴയ ഹെയർ നിവരാൻ കുറച്ച് പാടാണ്. കുറേ സമയം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. എങ്കിലേ ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ഭയങ്കര ചൂടാണ് കേട്ടോ. പെട്ടെന്ന് തട്ടും നമ്മുടെ ദേഹത്ത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ചൂടാവുന്നുണ്ട്. അതാണ് ഈ കോട്ടിങ് എല്ലാം ചൂടാവും, മൊത്തത്തിൽ ചൂടാവും. അപ്പൊ നമുക്കത് സേഫ് അല്ല. ഒറ്റയ്ക്കായത് കൊണ്ടാണ് അത് ഇത്രയും ബുദ്ധിമുട്ട്. ഒരാൾ ചെയ്ത് തരികയാണെങ്കിൽ ഒക്കെ ആയിരിക്കും. ഞാൻ സ്മൂത്ത് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സ്മൂത്ത്. എനിക്ക് അത്രയും ഭാഗം വളർന്നിരുന്നതാണ്, പക്ഷെ തൊടുമ്പോഴും നല്ല നമുക്ക് സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് ഹെയർ ഇരുന്നത് പോലെ ഫ്രണ്ട് പോർഷൻ സ്മൂത്ത് ആയിട്ടാണ്. സ്ട്രെയിറ്റനിങ് ഒക്കെയാണ്, എനിക്കിഷ്ടമായി. പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഞാൻ പറയാം. 2 മണിക്കൂറൊക്കെ ഓക്കെ എന്ന് പറയാം.
സ്മൂത്തനിങ് ഹെയർ ആണ് ഇങ്ങനെ വളർന്നു നിൽക്കെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ഇരിക്കും. പക്ഷെ കേളി ഹെയർ ആണ് നിങ്ങൾ കംപ്ലീറ്റ് സ്ട്രേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് പിന്നെ ഒരു വേവി ആയി മാറും. 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും മാറ്റം തുടങ്ങും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കേളി ചെയ്ത് കാണിച്ചു തരാം ഞാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത്രയും പോർഷനാണ് കേളി ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നെ നമുക്കിതിനെ ലോക്കാക്കി വെച്ചു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം. എന്നിട്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ, കാരണം കംപ്ലീറ്റ് ചൂടാണ് കാര്യം. അത് ഓപ്പൺ ചെയ്ത് അതിനകത്താണ് നമ്മുടെ ഹെയർ ചുറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഇങ്ങനെ ചെയ്യണം. 10 സെക്കൻഡ് മതി. കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കുമ്പോൾ നമ്മുടെ ഹെയർ നല്ല കേളിയായിട്ട് വരും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്കയാണ് കേട്ടോ കേളി ചെയ്യാനായിട്ട്. ചെറിയ ഹെയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. കേളിയായിട്ട് ഇടാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ഭാഗവും കുറച്ച് ഹെയർ എടുത്ത് അങ്ങനെ ഒന്ന് കേളിയാക്കി. ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അറിയാത്താരും ഇല്ല. എന്നാലും കുട്ടികളൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്കൊക്കെ ആഗ്രഹം കാണും. വീട്ടുകാർ വാങ്ങിക്കൊടുത്താലേ അവർക്ക് പറ്റുള്ളൂ. അപ്പം അമ്മമാരോട് പറയാൻ അവർ പേടിയുണ്ട്. അതൊരു ഭയങ്കര റേറ്റും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് റേറ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താഴെ. ഇതകത്തോട്ടായിരുന്നു കേട്ടോ കേളിയാക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ പുറത്തോട്ടാക്കിപ്പോയി. ഒന്നും കൂടുതലാക്കാം. ഞാൻ പുറത്തോട്ടായിരുന്നു കേളിയാക്കിയത്. അല്ല, നല്ലോണം കേളിയാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെയ്യില്ലെങ്കിൽ എന്താ പക്കയാണ്, കണ്ടില്ലേ? ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. കേളിയാവാനും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ചീകാടിയൊക്കെ ഇടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു അഭംഗി തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ല ഭംഗിയായിരിക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക്, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വേവി ഹെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് പറ്റും. ഇങ്ങനെ എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഒന്ന് തെളിയാക്കി ഇട്ടിട്ട് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്, ഈ സ്ട്രെയിറ്റ്നർ. ഇത് നോവയുടെ ആണ്. നോവ 2-in-1 ഹെയർ സ്ട്രെയിറ്റ്നർ ആണിത്. കേളി എല്ലാം പറ്റും. കേളും നല്ലതാണ്, സ്ട്രെയിറ്റ്നർ. അതിന്റെ ഞാൻ റേറ്റ് ആണ് കേട്ടോ നോക്കുന്നത്, പക്ഷേ ഇതിൽ കാണുന്നില്ല. വാങ്ങിയ റേറ്റ് ഞാൻ മറന്നു. ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഇട്ടേക്കാം. എൻ്റെ കേളി ആവും, സ്ട്രെയിറ്റ് ആവും, എല്ലാം പക്കയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. നിങ്ങൾ കാണുക മാത്രം പോരാ, കാഴ്ചയും കുറവാണ് എൻ്റെ ചാനൽ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാഴ്ചക്കാരും കുറവാണ്, ലൈക്ക് ചെയ്യുന്നതും കുറവാണ്, കമന്റ് ചെയ്യുന്നതും കുറവാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുറേയൊക്കെ ഞാൻ റീൽസ് കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. എങ്കിലും ഇതുപോലെ യൂസ്ഫുൾ ആയ കാര്യങ്ങൾ ഞാൻ ഇനി പോകെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് വരുള്ളൂ. കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യണം പ്ലീസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.